യമനിലെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി. തലസ്ഥാന നഗരമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി ഗ്രൂപ്പിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. യമനിലെ അൽ ജുംഹരിയ ചാനലും ആദൻ അൽ ഗാദ് പത്രവും ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. ഇത് ഇന്ത്യക്ക്, പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും സമ്മാനിക്കുന്ന വാർത്തയാണ് എന്ന വിലയിരുത്തലുകൾ പുറത്ത്. യമൻ പൗരനെ കൊന്ന കേസിൽ സനാ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇനി എന്താകും എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹൂതികളുടെ സാമ്രാജ്യത്തിന് ഇതോടെ അവസാനമുണ്ടായാൽ ഇന്ത്യൻ നയതന്ത്രത്തിന് യമനിൽ വാതിലുകൾ തുറക്കപ്പെടും. ഒപ്പം ഇന്ത്യ യമനിൽ എംബസി തുറക്കും. അങ്ങനെ കാര്യങ്ങൾ നീങ്ങിയാൽ നിമിഷയുടെ മോചന കാര്യത്തിലുള്ള സങ്കീർണതകൾ മാറിക്കിട്ടുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. നിമിഷപ്രിയയ്ക്ക് നാട് കാണണമെങ്കിൽ ഹൂതി തീവ്രവാദികൾ കണ്ടു തുറക്കണം. നിമിഷപ്രിയ കഴിയുന്ന ജയിലുള്ള പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത് ഷിയ റിബലുകളായ ഹൂതികളാണ്. ഇവർക്കാണെങ്കിൽ നിമിഷപ്രിയ കടിച്ചു കീറിക്കൊല്ലാനുള്ള ദേഷ്യവുമുണ്ട്. അതിന് കാരണമായി പറഞ്ഞിരുന്നത് തലാലിന്റെ ശരീരത്തിനോട് നിമിഷപ്രിയ കാണിച്ച ക്രൂരത തന്നെയാണ്.